ഗൈസ് നമുക്ക് നേരെ പോവാം. നമ്മൾ ഏറ്റവും ടോപ്പ് ഗിയറിലാണ് നമ്മൾ പോകുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലാണ്. അപ്പം നമുക്ക് നേരെ പോവാം. ഓ ഇപ്പോൾ ഒരു തിരിവ് വരും. എന്തായാലും വണ്ടി ഇടിക്കുക ഗൈസ്. നിങ്ങൾ പറ, വണ്ടി ഇടിക്കുകയില്ലേ? ഇവിടെ വണ്ടികൾ രണ്ട് സൈഡിലും വണ്ടികളില്ലെങ്കിൽ നമുക്ക് നേരം പോലെ തിരിച്ചിങ്ങനെ പോവാം. ഓക്കെ, നമ്മളെ വഴി തന്നെ. അത് ഇതിൻ്റെ മറ്റേ റെക്കോർഡിങ്ങിൻ്റെ ഇത് സ്റ്റിയറിംഗ് തിരിഞ്ഞില്ല ഗൈസ്. ഓ ഗൈസ്, തെറ്റിപ്പോയി, മിസ്റ്റേക്ക്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ പോവാം. വണ്ടീനെ നമുക്ക് വല്ല ഷോറൂമിലും കയറ്റിയിട്ട് നമുക്കൊന്ന് കൂടി ശരിയാക്കാം ഗൈസ്. അത് ലൈറ്റ് ഫോണൊന്നും അടിച്ചതുകൊണ്ടൊന്നും ഒരു വണ്ടി നീങ്ങത്തില്ല കേട്ടോ. ഇപ്പം നീങ്ങി. അപ്പോൾ വീഡിയോക്ക് ശേഷം ലെങ്ത് ഉണ്ടാവും, പക്ഷെ എല്ലാവരും രസിച്ചിരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ പോവുകയാണ്. അവൻ അങ്ങനെ തന്നെ വേണം ഗൈസ്. നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ വലിയ വണ്ടിയാണ്, അത് ചെറിയ വണ്ടിയാണ്. അതുകൊണ്ട് ആ വണ്ടിക്ക് നല്ല ബ്രേക്ക് ഉണ്ട്. നമ്മളെ വണ്ടിക്ക് ചെറിയ ലേശം ബ്രേക്ക്. പിടിച്ചോർത്ത് നിൽക്കണമെന്നില്ല, നമ്മൾ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിടിച്ചോർത്ത് നിൽക്കില്ല. അതുകൊണ്ട് അവൻ വേണം മാറി. അതുകൊണ്ട് നമ്മൾ നേരെ പോകണം. പക്ഷേ എന്നാലും നമ്മൾ സ്പീഡ് കുറയ്ക്കാൻ പാടില്ല. അവന്മാർ വേണം മാറിത്തരാൻ. വണ്ടി ഇടിച്ചില്ല. പിന്നെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് റോഡായാൽ നമുക്കൊന്ന് നോക്കി നമ്മൾ മുന്നിടിച്ച് പപ്പടാക്കിയിരിക്കുന്നത്. ഓ ഗൈസ്, ഇവിടെ നിന്ന് ബ്രേക്ക് പിടിച്ചാലേ അവിടെ എത്തുമ്പോൾ നമുക്ക് ബ്രേക്ക് കിട്ടു. നമ്മൾ വണ്ടിക്ക് എന്തോ ഒരു ചെറിയൊരു തകരാറുണ്ട് ഗൈസ്. കണ്ട, മാറി തരുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി വന്ന് നമുക്ക് ഓക്കെ ഗൈസ്, വണ്ടി നേരെ പോവുകയാണ്. നമ്മളെ വണ്ടി പോട്ടെ. നമുക്ക് കിളിയോ കണ്ടക്ടറോ ഒന്നുമില്ല. കണ്ടക്ടറും കിളിയും ഡ്രൈവറും ഒക്കെ ഞാനാണ്. അപ്പോൾ ഈ ഗെയിം നല്ലൊരു ഗെയിമാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ വേറൊരു ഗെയിമുണ്ട്, അത് ഞാൻ അടുത്തതിൽ കളിക്കാം. ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ. അതും നല്ല ഗെയിമാണ്. പക്ഷേ ഞാൻ ഫെസ്റ്റിവലിൽ കളിച്ചു തുടങ്ങിയത് ഇതാണ്. ഇതൊരു സ്മൂത്ത്, നല്ല എനിക്കിഷ്ടപ്പെട്ട ഗെയിമാണ്. അതും എനിക്ക് നല്ല ഇഷ്ടമാണ് ഗെയ്സ്. ഈ രണ്ട് ഗെയിമും പിന്നെ വേറെ കുറച്ചും കൂടി ഗെയിമുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കാറ്. ചില ബസ്സുകളും ചില ആൾക്കാരൊക്കെ നമുക്ക് മാറി. കല്യാൺ സിൽക്സ് മഹഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ കളക്ഷനുകളുടെ ഉത്സവം കല്യാൺ സിൽക്സ്. ഇനി നമുക്ക് വണ്ടി ഗൈസ് ഹൈവേ എത്തി. ഇനിയിപ്പോൾ നമ്മളെ വണ്ടി ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈവേ നമുക്ക് പൈസ കൊടുക്കണം. പോട്ടെ, നമ്മൾ വണ്ടിക്കല്ലേ ഗൈസ്. ഇതെന്ത് ലൈറ്റാണ് ഗൈസ് കത്തിയിരിക്കുന്നത്? ഇവനൊക്കെ ലേശം ഇങ്ങോട്ട് മാറി എന്നോട് ഗൈസ്. നല്ല സ്ഥലമുണ്ട് എന്നാലും മാറില്ല. ചിലട്ടങ്ങൾ അങ്ങനെയാണ് ഗൈസ്.
അതിൻ്റെ സൗണ്ട് ബ്രേക്കിൻ്റെ എയറിൻ്റെ ഒരു സൗണ്ട് നല്ല ഇഷ്ടമായി. കണ്ട ഒറ്റ മാറിയത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഇടുക്കിൽ കൂടെ നമ്മളെ ടൈമിൻ്റെ വല്ല കാര്യം അവർക്കറിയോ ഗൈസ്. നമുക്ക് ഓരോ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് എത്തേണ്ടതാണ്. അത് ഈറ്റങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ ഗൈസ്, ഇപ്പോൾ 2 ഇനി നമുക്ക് പറപ്പിച്ച് വിടാനൊന്നും പറ്റില്ല. എന്തായാലും ഇങ്ങനത്തെ ഓരോ കുരിപ്പുകൾ അവിടെ ഇവിടെ വന്ന് നമുക്ക് നമ്മളെ വണ്ടി ഇടിക്കണം. അതെന്തായാലും ഉള്ള കാര്യം ഉറപ്പാണ്. മഴ ആയതുകൊണ്ട് നമുക്കൊന്നും കാണുന്നില്ല. നമുക്ക് നേരെ പോവാം. ഫോണിങ്ങനെ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിൽക്കുന്ന പോലെയില്ല. നമ്മളെ അവസ്ഥ അവർക്കറിയില്ല. ഞാൻ തിരിച്ചു കഷ്ടപ്പാടേ. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ എന്തായാലും ചെയ്യും. ഇതെനിക്ക് ഉറപ്പുണ്ട് ഗൈസ്. ചെയ്യല്ലേ? എനിക്കൊന്ന് സബ്സ്ക്രൈബേഴ്സ് കൂട്ടി. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ തൊട്ട് കളിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് സ്റ്റിയറിങ് മാത്രം നമുക്ക് നമ്മളതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ നേരെ പോവാം. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഹൈവേ തീരാറായി. ബ്രേക്ക് അടിച്ചാൽ അവിടെ കിട്ടി. നമുക്ക് മെല്ലെ പോകാം. ഓക്കെ, ഹൈവേ തുടങ്ങി. ഇനി നമുക്ക് നേരെ എങ്ങനെ പോകാം? കൈവിട്ടാലും ഒരു നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരാളെ ഞാൻ ഇതുവരെയായിട്ട് നിങ്ങളോട് പറഞ്ഞില്ല. ഞാൻ പറയാൻ മറന്നതാണ് ഗൈസ്. റൊണാൾഡോനെയാണ് നമ്മൾ വണ്ടി കയറ്റാൻ പോകുന്നത്. അപ്പോൾ റൊണാൾഡോനെ കുറച്ച് കഴിഞ്ഞാൽ റൊണാൾഡോ വരത്തുള്ളൂ. വേറെ സ്ഥലത്താണ് നമ്മൾ റൊണാൾഡോ. അപ്പോൾ